നമ്മൾ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് കാർസ് ആണ്. 2 EV കാർ എനിക്ക് പേഴ്സണലി ഉണ്ട്. ഒന്ന് കർവ് EV ആണ്, ഒന്ന് ടിയാഗോ EV ആണ്. ഇതിലാണ് എൻ്റെ യൂഷ്വലി എല്ലാ കമ്മ്യൂട്ട്സും യാത്രകളും ഒക്കെ നടക്കുന്നത്. നമുക്ക് ലോങ് ഡ്രൈവ് പോകാനാണെങ്കിലും സിറ്റി യൂസിനാണെങ്കിലും ഈ വണ്ടി പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേറൊരു വണ്ടിയെക്കുറിച്ച് ഇത്രയും കാലമായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു പുതിയ ആഗ്രഹം വന്നത്. ഒരു ഓഫ് റോഡൊക്കെ പോകാൻ വേണ്ടി നമ്മൾ പൊതുവെ ബൈക്കിലൊക്കെ ഓഫ് റോഡ്സ് പോകാറുണ്ട്. അപ്പം ഒരു ഓഫ് റോഡ് പോകാൻ പറ്റിയ ഒരു 4 വീലർ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തിയതും ജിംനി എടുക്കണോ താർ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അവസാനം നമ്മുടെ സൈസിനൊക്കെ പറ്റിയത് താറാകണം എന്ന് ഫീൽ ചെയ്തുകൊണ്ട് താർ എടുക്കാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. പുതിയ കാർ എടുക്കുന്നില്ല, ഒരു യൂസ്ഡ് കാർ എടുക്കാൻ എന്നുള്ള പ്ലാനിലാണ്, ആ ഒരു ബഡ്ജറ്റിൽ നോക്കാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയായിട്ട് ഇറങ്ങുക, പല ഷോറൂമുകൾ വിസിറ്റ് ചെയ്യുക. കുറേ ഷോറൂമുകൾ നമ്മുടെ എറണാകുളത്തുണ്ട്, സ്പിന്നി ഉണ്ട്, അതേപോലെ വേറെ ലോക്കൽ കുറേ കാറ് റീസെൽ ചെയ്യുന്ന കുറേ ഷോറൂമുകളുണ്ട്. അതെല്ലാം വിസിറ്റ് ചെയ്യുക, കാർസ് 24 വിസിറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പം നമ്മുടെ താർ സെർച്ച് ഹണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയത്ത് അങ്ങനെ വണ്ടിയായിട്ട് നമ്മൾ ഇറങ്ങി നേരെ പോകുന്നത് എടപ്പള്ളി സൈഡിലേക്കാണ്. എടപ്പള്ളി സൈഡിൽ കുറച്ച് കാറ് റീസെൽ ചെയ്യുന്ന ഷോറൂമുകളുണ്ട്. ആദ്യം പോകുന്നത് നമ്മൾ സ്പിന്നിലേക്കാണ്. അതിൻ്റെ അടുത്ത് തന്നെ വേറെയും കാർ റീസെൽ ചെയ്യുന്ന ഷോറൂമുകളുണ്ട്. അതെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യും. പല സ്ഥലത്തും ഞാൻ വിളിച്ചു നോക്കി, എവിടെയും താർ അങ്ങനെ കിട്ടാനില്ല, അതുപോലെ ജിംനിയും കിട്ടാനില്ല എന്നാണ് പറയുന്നത്. എന്താണേലും പോയി നോക്കാം. നമ്മളങ്ങനെ എടപ്പള്ളിയുള്ള സ്പിന്നി എത്തി. ഇവിടെ MG ഹെക്ടറും സെൽറ്റോസും അതുപോലെ ഡസ്റ്ററും ഒക്കെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് കിടക്കുന്നത് സഫാരിയാണ്. വേറെ 4 വീൽ ഡ്രൈവ് വണ്ടിയില്ല. താറില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നിരാശയുണ്ടായി. നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള വണ്ടി ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വേറൊരു ഷോറൂമിലേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ വണ്ടി എടുത്ത് നമ്മൾ ഇറങ്ങി. വീണ്ടും നിരാശ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വണ്ടി അവിടെയും ഇല്ല, എവിടെയും ഇല്ല. വിളിച്ചടുത്തൊന്നും വണ്ടിയില്ല. വണ്ടി വരുമ്പോൾ അറിയിക്കാം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അവിടെ നിന്നും ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് തപ്പി യാത്ര തുടങ്ങി. ചുമ്മാ കാർസ് 24ൻ്റെ ആപ്പ് നോക്കിയപ്പോൾ ദേ കിടക്കുന്നു ഒരു ബ്ലാക്ക് താറ്. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പെട്രോൾ താറാണ്, മാനുവലാണ്. നമ്മുടെ പരിപാടിക്കൊക്കെ നടക്കുന്ന സാധനമാണെന്നാണ് കണ്ടിട്ട് പറയുന്നത്. ടയേഴ്സൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ എന്താണേലും കാർസ് 24 ആണെങ്കിൽ കാക്കനാട് ഷോറൂമും ഉണ്ട്. അപ്പോൾ എന്താണേലും കാർസ് 24ൻ്റെ ഷോറൂമിൽ പോയിട്ട് ഡയറക്റ്റ് നോക്കാം. നമുക്കിങ്ങനെ ഈ ആപ്പ് വഴിയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റാണോ അല്ലയോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്നുള്ള പ്ലാനിലായി നേരെ കാർസ് 24ലേക്ക്. അങ്ങനെ നീണ്ട സെർച്ചിങ്ങിന് ശേഷം നമുക്കൊരു മഹേന്ദ്ര താർ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ കാർസ് 24 ഷോറൂമിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു ബ്ലാക്ക് താറ്, അതും മാനുവൽ, അതും പെട്രോളാണ് നമുക്ക് കിട്ടിയേക്കുന്ന വണ്ടി. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ബ്രോ, ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഈ വണ്ടിയുടെ? നമുക്ക് ഈ വണ്ടിക്ക് റേറ്റ് വരുന്നത് 10.40 ആണ് വരുന്നത്. 10.40 lakhs. അതെ. നമുക്ക് വണ്ടി വരുന്നത് 2021 ജൂലൈയിലെ വണ്ടിയാണ്. 4x4 ആണ് വരുന്നത് കേട്ടോ. അടിപൊളി. വണ്ടി അത്യാവശ്യം നീറ്റ് കണ്ടീഷനിലാണ്. വണ്ടിക്ക് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി വണ്ടി എഞ്ചിൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വണ്ടിയാണ്. അത് കറക്റ്റ് നമ്മുടെ ആപ്പിൽ കാണിച്ചിട്ടുണ്ട്, എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മൈന്യൂട്ട് സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആപ്പ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇമേജസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കാണിച്ചതും കറക്റ്റ് ആയിരുന്നു ആപ്പ് വെച്ച് നോക്കുമ്പോൾ. ടയേഴ്സും ഒക്കെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്. നമുക്കൊരു 50% മുകളിലേക്കുള്ള ടയേഴ്സ് ഉണ്ട്. മുമ്പിലേക്ക് ഒരു 60% വരുന്നുണ്ട്. ബേക്കിൽ ഒരു 50-55 ആ റേഞ്ചിലേക്ക് ടയേഴ്സ് ഉണ്ട്. എത്ര കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട് വണ്ടി? 60,000 കിലോമീറ്റേഴ്സ്. 60,000 കിലോമീറ്റേഴ്സ്. ഇപ്പം 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ വണ്ടി? കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വാറണ്ടി തീർന്നിട്ടുണ്ടാവുമല്ലോ വണ്ടിയുടെ? വാറണ്ടി ഇപ്പൊ തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർസ് 24ന്റെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 1 മാസത്തെ ഫ്രീ ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഓൾറെഡി. അപ്പൊ ഈ 1 മാസത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാം. എഞ്ചിന്, ഗിയർ ബോക്സ്, എസിന്റെ കംപ്രസറിനൊക്കെ നമ്മൾ മെയിൻലി വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ സാധാരണ ഒരു വാറണ്ടി പോലെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള? നമുക്ക് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ആദ്യത്തെ 1 വർഷം, 2 വർഷം, അങ്ങനെ 3 വർഷത്തെ പാക്കേജ് ആയിട്ടാണ് വരുന്നത്. പാക്കേജ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ വാറണ്ടി ക്ലെയിമിൽ നമുക്കിത് ചെയ്ത് തരുന്നത്. ഇപ്പൊ എസിന്റെ കംപ്രസറിന്റെ കംപ്ലൈന്റ് വരുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടിന്റെ ഏകദേശം അറിയാലോ, ഒരു 10-28,000 രൂപ എന്തായാലും എസിന്റെ കംപ്രസറിന്റെ റേറ്റ് വരുന്ന സംഭവമായിരിക്കും. എന്ന് പറയുമ്പോൾ വാറണ്ടിയിൽ വരുന്ന പാർട്സ് ആണെങ്കിൽ നമുക്ക് അതടക്കം റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റും. ഇതിന്റെ പഴയ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വഴി? അതെ, നമുക്ക് ആപ്പിൽ തന്നെ എല്ലാം മെൻഷൻഡ് ആയിരിക്കും. ഇങ്ങനെ ഈ നമ്മുടെ ഈ ഫ്ലഡ് എഫക്റ്റഡ് അങ്ങനെ നമുക്ക് പറയുമ്പോൾ മേജർ ആക്സിഡന്റ്, ഫ്ലഡ് എഫക്റ്റഡ് ഇല്ലെങ്കിൽ ഓടാമിന് ടാമ്പേഡ് ചെയ്ത വണ്ടികൾ നമ്മൾ കൊടുക്കാറില്ല. ചെക്ക് ചെയ്തിട്ടായിരിക്കും വണ്ടികൾ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ 1 മന്ത് വരെ ഫ്രീ റിട്ടേൺ പോളിസി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് എന്തൊക്കെയോ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതെന്താണ് ചെയ്യുന്നത്? ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടാൻ വഴിയുണ്ട്? ചെക്ക് വണ്ടികൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ വണ്ടിന്റെ എഞ്ചിന്റെ സൈഡ്, ഗിയർ ബോക്സ്, പിന്നെ എസിന്റെ കമ്പേഴ്സ്,
പിന്നെ നമുക്ക് ടയേഴ്സ്, സസ്പെൻഷൻസ്, അങ്ങനെയുള്ള എല്ലാ പാർട്സും ഇല്ലേ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും വണ്ടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ വണ്ടി എടുത്ത്, എനിക്ക് പേഴ്സണലി താല്പര്യമുണ്ട് വണ്ടി. അപ്പോൾ നമ്മളിത് നമുക്ക് എടുത്തിട്ട് കുറച്ച് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് തിരിച്ചെടുക്കുന്ന റിട്ടേൺ പോളിസി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ബ്രോയ്ക്ക് ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ട് ഓക്കെ അല്ല, ബ്രോയ്ക്ക് എൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയോ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കംഫോർട്ടോ കാര്യങ്ങളൊന്നും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ സ്പെസിഫിക് റീസൺ വേണോ? റീസൺ ഇല്ലാണ്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ബ്രോയ്ക്ക് ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ട് ഓക്കെ അല്ല, അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ ഇരുന്നിട്ട് കംഫർട്ടബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിലും വണ്ടി നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഒരു 100-300 കിലോമീറ്റർ ഓടിക്കുമ്പോൾ തന്നെ വണ്ടികൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആക്ച്വലി ഒരു പുതിയ വണ്ടി എടുക്കുന്നത് പോലെ നമുക്ക് കൊണ്ട് നടക്കാം, വാറന്റി കൊടുക്കുന്നുണ്ട്. റേറ്റ് വരുന്നില്ല സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക്, പിന്നെ നമുക്ക് റേറ്റ് അറിയാമല്ലോ. പിന്നെ പുതിയ വണ്ടി എടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാം അല്ലേ? വണ്ടി കൊള്ളാം, അത്യാവശ്യം ചെറിയ പെയിന്റിങ്ങിൽ മറ്റേ അങ്ങനെയുള്ള ചെറിയ വണ്ടി പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിറക്കിയ പിന്നെ വണ്ടി അത്യാവശ്യം നീറ്റായി. വണ്ടി അത്യാവശ്യം നല്ല കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം, കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മളപ്പം താർ പെട്രോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാം. താർ ഡീസൽ ഞാൻ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ട്. പെട്രോൾ കുറച്ചും കൂടെ നല്ലതെന്നാണ് എല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യങ്ങളൊക്കെ തീരെ കുറവായിരിക്കും. ഓട്ടോ ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പെട്രോളിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെയൊന്നും ഇല്ല, നമുക്കൊരു വീക്കിലി വൺസ് എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളൊരു സെക്കൻഡറി കാറായിട്ട് യൂസ് ചെയ്യുന്ന കാറായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് പെട്രോൾ താർ എങ്ങനെയുണ്ട്, ഇവിടുത്തെ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ താർ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ ഓടിക്കുന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓടിക്കാമെന്ന് കരുതി. ആദ്യം വണ്ടിയുടെ ഉള്ളിലിരുന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി. എത്ര മൈലേജ് കിട്ടുമായിരിക്കും പെട്രോൾ ആയതുകൊണ്ട് തന്നെ? നമുക്കൊരു 12-13 ഹൈവേയിൽ കിട്ടോ. നമുക്ക് സിറ്റിയിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 10 താഴേക്ക് നോക്കിയാൽ മതി. പക്ഷെ അത്യാവശ്യം നല്ല കംഫർട്ടാണ് കേട്ടോ. 4x4 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഏത് റോഡിൽ പോയാലും നമുക്ക് അറിയാലോ കേരളത്തിലെ വഴികൾ. അത്യാവശ്യം വേണ്ടി ഇറക്കിയ വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇരുന്ന ഓടിച്ചാൽ ആ ഒരു ബൾക്കി ഫീൽ നമുക്ക് ഫുൾ ഓപ്ഷൻ ആണ് ഇത് വണ്ടി വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടോപ്പിന്റെ തൊട്ട് താഴെ കേട്ടോ. ടോപ്പിൽ എന്താ വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക് മറ്റേ ഇതിന്റെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങൾ ഇതിന്റെ അതും വരുന്നുണ്ട് കേട്ടോ. ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ അകത്ത് പുഷ് ബട്ടൺ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ. അല്ലാണ്ട് ഓവറോൾ എല്ലാവരും ഫുൾ ഓപ്ഷൻ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിന് മറ്റേ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ തരുമ്പോൾ തന്നെ നമ്മുടെ പേരിലേക്ക് ഇൻഷുറൻസ് മാറ്റി കിട്ടുമോ, അതോ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് കോംപ്രഹെൻസീവ് ഇല്ലെങ്കിൽ സീറോ ഡെപ്രിസിയേഷൻ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ എടുക്കുമ്പോഴായാലും നിങ്ങളുടെ പേര് തന്നെ നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് തരാൻ പറ്റും. സാധാരണ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നിങ്ങൾ എടുക്കുമ്പോൾ പഴയ ഓണറിന്റെ പേരിലാണല്ലോ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുന്നത്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് തന്നെ നിങ്ങൾക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് തരാൻ പറ്റും. ഫിനാൻസ് സ്കീംസ് ഒക്കെ എങ്ങനെയാണ്? നിങ്ങൾ തന്നെ ബാങ്ക് വഴി അറേഞ്ച് ചെയ്യോ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും? നമുക്ക് നമ്മുടെ ഓൺ ഫിനാൻസ് വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വണ്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു 6 വർഷം വരെ നമുക്ക് ലോണിൽ വണ്ടി ഇട്ട് കൊടുക്കാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റ് വേണമെങ്കിൽ അങ്ങനെ ആയാലും നമുക്ക് ലോൺ പാസ്സാവും. സിവിൽ സ്കോർ പോലെ ഇരിക്കും. സിവിൽ സ്കോർ നമ്മുടെ സാലറി സിവിലൊക്കെ വെച്ചിട്ടിരിക്കും ഇതിന്റെ അപ്രൂവൽ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ലൊരു 40-50 ഒക്കെ സാലറി വരുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് അത്യാവശ്യം ലോൺ പാസ്സാവേണ്ടതാണ്. ഓക്കെ, ശരി. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തം വീട് വേണമെന്നൊന്നുമില്ല, കരടച്ച രസീത് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അത്യാവശ്യം ട്രാക്കുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെന്റൽ അഗ്രിമെന്റ് വെച്ചിട്ടായാലും നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. ഓക്കെ. വണ്ടി നമ്മളങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സ്മൂത്താണ് കേട്ടോ വണ്ടി. പെട്രോൾ ആയത് കറക്റ്റ് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് പെട്രോൾ താർ ഓടിക്കുന്നത്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. നല്ല ഫീൽ ഉണ്ട് ഓടിക്കാനായിട്ട്. ഡീസൽ ആണെങ്കിൽ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇത് വെച്ച് ഓഫ് റോഡ് പോകാൻ ഭയങ്കര രസമായിരിക്കും. ആ റെസ്പോൺസ് കിട്ടുന്നോണ്ട് പതുക്കെ ചാടി നിൽക്കുമായിരിക്കും തോന്നുന്നു. വണ്ടി പോയാലും ആ ഒരു ഫീൽ ഉണ്ട് വണ്ടിക്ക്. കേറി പോകുന്നുണ്ട്. മറ്റേ ഡീസൽ കയറുന്ന പോലെ അല്ല. രസമുണ്ടല്ലേ? അതെ, നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ആ ഇരിക്കുമ്പോൾ ആ ഫീല് കിട്ടുന്നുണ്ട്. വണ്ടി നല്ല റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചായി മാനുവലൊക്കെ ഓടിച്ചിട്ട്, എന്നിട്ടും രസമുണ്ട് ഓടിക്കാൻ. സ്മൂത്താണ് വണ്ടി. എനിക്ക് തോന്നുന്നു നമുക്ക് അധികം ഓഫ് റോഡ് ഒന്നും കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ പോലും പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. നമുക്കിപ്പോ നമ്മുടെ അത്യാവശ്യം ഡെയിലി യൂസിന് ഉപയോഗിക്കാനും പറ്റും. വണ്ടി അത്യാവശ്യം ഒരു നല്ലൊരു ലുക്കും ഉണ്ടല്ലോ. വണ്ടി ആ ഒരു ഫീലും ഉണ്ട്. ഇരുന്നാലും നമുക്ക് ഒരു ആനപ്പുറത്തിരിക്കാൻ ചെറിയൊരു ഫീല് കിട്ടും. സോ വണ്ടി ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കണ്ടീഷനുള്ള വണ്ടിയാണ്. ചെറിയൊരു പെയിൻറ്റ് കറക്ഷൻ കാര്യങ്ങളൊക്കെ ചെറിയ പരിപാടികൾ ചെയ്താൽ മതി. അതെല്ലാം നമ്മുടെ ആപ്പിൽ പറഞ്ഞതുപോലെ തന്നെ സ്ക്രാച്ചുള്ള സ്ഥലത്ത് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലത്തെ ഒരു വണ്ടി തന്നെയാണ് ഈ വണ്ടി നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനീഷ്യലി എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു വണ്ടി യൂസ്ഡ് വാങ്ങിക്കുമ്പോൾ അത് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ, എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത്
സോൾവ് ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാസ് 24 പൊതുവേ എടുക്കുന്ന കാർസൊന്നും അങ്ങനെ ഫ്ലഡഡ് കാർസോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് സംഭവിച്ച കാർസോ അല്ലെങ്കിൽ ഓഡോമീറ്റർ ടാമ്പർ ചെയ്ത കാർസോ ഒന്നും അല്ല. അതൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത്. അതൊന്നും ഇവിടെ എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു റിസ്ക് ഫ്രീ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. റിട്ടേൺ പോളിസി ഉണ്ട്. നമ്മളിപ്പോൾ വണ്ടി വാങ്ങിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഒരു 100-200 കിലോമീറ്റർ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി നമുക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് കിട്ടുന്ന പോളിസി ഉള്ളതും ഒരു റിട്ടേൺ പോളിസിയും വലിയ കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് ഇപ്പം റൈറ്റ് നോ ഈ വണ്ടിക്ക് കമ്പനി വാറണ്ടി ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് ഇവിടെ വാറണ്ടി കിട്ടുന്നതാണ്. 1 മന്ത് എന്താണേലും ഒരു വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ 1 ഇയറിലേക്കോ 2 ഇയറിലേക്കോ 3 ഇയറിലേക്കോ ഒക്കെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ പേപ്പേഴ്സ്, പേര് മാറ്റൽ, ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മുടെ പേരിലേക്ക് ഇൻഷുറൻസ് ആക്കൽ, അതൊക്കെയാണ് പല ടാസ്കുകൾ. നമ്മൾ പുറത്തുനിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ആ ഒരു സീനും ഇല്ല. ഇവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ പേരിൽ വണ്ടി ആക്കി തരുന്നതാണ്. പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും പിന്നെ അതിൻ്റെ പുറകിൽ നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫിനാൻസ് കാര്യങ്ങൾ വേണ്ടവർക്കാണെങ്കിൽ ഫിനാൻസ് ഫെസിലിറ്റീസും എക്സ്ചേഞ്ചും പരിപാടികളും എല്ലാം കാസ് 24 ഇൻ ഹൗസ് ആയിട്ട് ചെയ്യുന്നതും വലിയൊരു പ്രത്യേകതയാണ്. നമ്മൾ ഇതിനു വേണ്ടി പുറത്തേക്ക് അലഞ്ഞ് നടക്കുകയോ വണ്ടി എടുക്കുക, ഫ്യൂവൽ അടിക്കുക, ഓടിക്കുക എന്നുള്ള മൂഡാണ് കാസ് 24 എന്ന് വണ്ടി എടുത്താലുള്ള പ്രത്യേകത. എനിക്കിപ്പം നമ്മളിപ്പോൾ 2-3 കാർ സെല്ലേഴ്സിനെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ബെറ്ററും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനും കാസ് 24 ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ വണ്ടിക്ക് ടോക്കൺ കൊടുക്കാൻ വേണ്ടി പോവാണ്.